ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി മലയാളം സെക്ഷനിലേക്ക് പോവുകയാണ്. നമുക്ക് ഇന്ന് പഠിക്കേണ്ട വാക്കുകൾ ഇവിടെയുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് കപിലൻ എന്ന തൂലിക നാമം ആരുടേതാണ്? കെ പത്മനാഭൻ നായരെയാണ് കപിലൻ എന്ന് പറയുന്നത്. കെ ഉണ്ട്, പായുണ്ട്. കെ പത്മനാഭൻ നായർ. പത്മനാഭൻ നായർ. നന്ദനാർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. പി സി ഗോപാലൻ. അപ്പൊ നന്ദനാർ, പി സി ഗോപാലൻ. നന്ദഗോപൻ എന്ന് ഓർത്തു വെക്കാമെങ്കിൽ തെറ്റിപ്പോത്തില്ല. നന്ദഗോപൻ എന്ന് ഓർത്തു വെക്കുക. ഉറൂബ് എന്ന് പറയുമ്പോൾ കുട്ടിയെ ഉറുമ്പ് കടിച്ചു എന്ന് ഓർക്കുക. കുട്ടിയെ ഉറുമ്പ് കടിച്ചു. ഉറൂബ്, പി സി കുട്ടിക്കൃഷ്ണൻ. അപ്പൊ കപിലൻ കെ പത്മനാഭൻ നായരാണ്. നന്ദനാർ പി സി ഗോപാലനാണ്. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. അടുത്തത് നമ്മള് വിശേഷണമാണ് പഠിക്കുന്നത്. കേരള സ്കൗട്ട് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രാമന്റെ കോട്ട്, സി വി രാമൻ. സി വി രാമൻ പിള്ള. കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മോങ്ങി എന്ന് ഓർക്കുക. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മോങ്ങി. കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ള. ഇനി കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? പണി തരുന്ന ആൾ. പണി തരുന്ന ആൾ രാജാവാണ്. രണ്ട് രാജാവുണ്ട്. ആർ രാജരാജ വർമ്മ. അപ്പൊ കപിലൻ കെ പത്മനാഭൻ നായർ, നന്ദനാർ പി സി ഗോപാലൻ, ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. കേരള സ്കോട്ട് സി വി രാമൻ പിള്ളയാണ്. കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള. കേരള പാണിനി ആരാണ്? ആർ രാജരാജ വർമ്മ. അടുത്തത് നമ്മളുടെ ശൈലിയാണ്. ഭഗീരഥ പ്രയത്നം എന്ന് വെച്ചാൽ എന്താണ്? വളരെ കഠിനമായ പരിശ്രമമാണ്. വളരെ കഠിനമായ പരിശ്രമമാണ് ഭഗീരഥ പ്രയത്നം. അഴകിയ രാവണൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മുടെ സിനിമ ഓർക്കാം, മമ്മൂട്ടിയുടെ പൊങ്ങച്ചക്കാരനാണ്. നട്ടെല്ല് വളവ് എന്ന് വെച്ചാൽ കീഴ്വഴങ്ങുകയാണ്. കീഴ്വഴങ്ങുക, അതിനനുസരിച്ച് അങ്ങ് പോവുക. ഇപ്പൊ രാജാവിനെ കീഴ്വഴങ്ങി, അത് നമ്മൾ അനുസരിക്കേണ്ടി വരുന്നു. ഭഗീരഥ പ്രയത്നം കഠിന പരിശ്രമം, അഴകിയ രാവണൻ പൊങ്ങച്ചക്കാരൻ, നട്ടെല്ല് വളവ് കീഴ്വഴങ്ങുക. ഇനി നമ്മള് വിപരീത പദമാണ് നോക്കുന്നത്. ശാശ്വതം, ഇതൊരു ശാശ്വത പരിഹാരമാണ്. നശ്വരം. നശ്വരം. നിന്ദിക്കുക, ഒരാളെ നിന്ദിച്ചു, അയാളെ സ്തുതിച്ചു. സ്തുതിക്കുക. ഹ്രസ്വം എന്ന് വെച്ചാൽ ദീർഘം. ചെറിയ കാലമാണ് ഹ്രസ്വം, ദീർഘം ഒരുപാട് നാളാണ്. ശാശ്വതം, നശ്വരം, നിന്ദ, സ്തുതി, ഹ്രസ്വം, ദീർഘം. പര്യായ പദത്തിലേക്ക് പോകുന്നു. വനം, കാനനമുണ്ട്. വിപിനം, അടവി, ആരണ്യം, ഗഹനം. കാനനം, വിപിനം, അടവി, ആരണ്യം, ഗഹനം. നമ്മൾ ഒരു പര്യായമേ പഠിക്കുന്നുള്ളൂ. വനം, കാനനം, വിപിനം, അടവി, ആരണ്യം, ഗഹനം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ.